സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം. കുടുംബം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അന്വേഷണ ഉത്തരവ്. ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിൽ തെളിയുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അതിക്രമത്തിന്റെ തെളിവുകൾ. നിരന്തരം ക്രൂരമായ അതിക്രമത്തിനിടയായ സിദ്ധാർത്ഥൻ പിന്നീട് എഴുന്നേറ്റു നടന്നില്ല. കുളിമുറിയിലേക്ക് പോയതിന് സാക്ഷി ഒരേ ഒരു വിദ്യാർത്ഥി. ക്രൂരപീഡനത്തിന്റെ വാർത്തകൾ പുറം ലോകം അറിയാതിരിക്കാൻ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ അതിക്രമിയുടെ ഭീഷണി. നിങ്ങൾ ആരും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന മുന്നറിയിപ്പ്. എല്ലാം മറച്ചുവെക്കാൻ ഡീനിന്റെ ഒത്താശയെന്ന് വിദ്യാർത്ഥികളുടെ പരാതി. പോലീസിന്റെ വിവരശേഖരണത്തിന് അധികൃതരുടെ കാവൽ. സിദ്ധാർത്ഥന് നീതി കിട്ടിയോ? സിബിഐ വരുമ്പോൾ സത്യം തെളിയുമോ? അന്വേഷണ പ്രഖ്യാപനം സമരങ്ങൾ കറുതി വരുത്താനോ? ക്യാമ്പസുകളെ രക്ഷിക്കേണ്ടേ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എസ്.എഫ്.ഐയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ പി.എസ്. സഞ്ജീവ്, സിദ്ധാർത്ഥന്റെ കുടുംബവും ചേരും. ജയപ്രകാശും ഷീബയും ചർച്ചയിൽ ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് നമ്മുടെ നാട്ടിൽ നേരിടേണ്ടി വന്ന നിരന്തരമായ പീഡനങ്ങൾക്കും അന്യായമായ മരണത്തിനും കേരളം ഒത്തുചേർന്ന് പരിഹാരവും അതിന് മറുപടിയും തേടിയ 10-20 ദിവസങ്ങൾക്ക് ശേഷം സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് തൊട്ടു പിന്നാലെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. പല കാര്യങ്ങൾ അന്വേഷണത്തിൽ വിധേയമാകണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ കുടുംബം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. ശ്രീ ജയപ്രകാശ്, സിബിഐ അന്വേഷണത്തിന് തീരുമാനമായിരിക്കുന്നു. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങ് പറഞ്ഞത് ഓർമ്മയുണ്ട്. നീതി കിട്ടിയില്ല എങ്കിൽ, കർശനമായ നടപടി ഉണ്ടായില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സമരം നടത്തേണ്ടി വരും എന്ന്. അതിലേക്കൊന്നും പോകേണ്ടതില്ല. അന്വേഷണം അങ്ങ് ആഗ്രഹിക്കുന്ന, കുടുംബം ആഗ്രഹിക്കുന്ന നിലയ്ക്ക് മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്നതാണ് ഇന്ന് അങ്ങേക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും. കാരണം രാവിലെ നമ്മൾ 11 മണിക്ക് മുഖ്യമന്ത്രി സമയം തന്നായിരുന്നു മീറ്റ് ചെയ്യാനായിട്ട്. കൂടിക്കാഴ്ച നമ്മൾ കണ്ടു. എൻ്റെ അപേക്ഷ കൊടുത്തു CBIക്ക് അന്വേഷിക്കണമെന്നുള്ളത്. എന്താ അതിന് കാര്യകാരണങ്ങളും ഞാൻ ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിശദീകരിച്ച് കൊടുത്തു. ഇത് മരണമല്ല, കൊലപാതകമാണ് സാറേ, ഇത് അന്വേഷിക്കണം. അയാൾ കുറച്ച് കിട്ടിയ സമയത്ത് ഞാൻ വിശദീകരിച്ച് കൊടുത്തു. അദ്ദേഹം അത് നോക്കി, പേപ്പർ നോക്കിയിട്ട് ഈ 5-10 മിനിറ്റിനകത്ത് പുള്ളി എന്നെ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് CBI അന്വേഷണം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അത് വേണം, അത് അന്വേഷിക്കട്ടെ, നല്ലൊരു ടീം അന്വേഷിക്കട്ടെ. ഇപ്പോഴുള്ള ടീമിന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഇത് കുറച്ച് ദിവസം പോകുമ്പോൾ അത് ഏത് രീതിയിൽ പോകുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്, ഞാൻ ഭയപ്പെടുന്നു. ഇത് തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു. ശരി, CBIയുടെ അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാം എന്നാൽ അപ്പോഴേ തന്നെ പുള്ളി എന്നെ ഉറപ്പ് തന്നു, CM ഉറപ്പ് തന്നു, CBI അന്വേഷിക്കാം, അല്ല നോക്കട്ടെ ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അന്വേഷിക്കാമെന്ന് ഉറപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനകം തന്നെ അതിൻ്റെ ഓർഡറും വന്നു അന്വേഷിക്കാമെന്ന്. അതിൽ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ചിലപ്പം മുഖ്യമന്ത്രി വിചാരിച്ച് കാണണം ഇത് കുറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. അദ്ദേഹം ഇത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ആര് കുറ്റക്കാരനാണെങ്കിലും ശിക്ഷിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും എനിക്കതിൽ അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ എന്നെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഈ ഒരു CBI അന്വേഷണം എൻ്റെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചതിന്. ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് ഇന്ന് അതിന്റെ ഒരു ഹാർഡ് കോപ്പി പുറത്തു വന്നിട്ടുണ്ട്. എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ അത് വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട്. അങ്ങ് ആ റിപ്പോർട്ട് ഇതിനു മുൻപ് വായിച്ചിട്ടുണ്ടോ അതോ ഇന്നാണോ വായിക്കുന്നത്? അതിലെ പരാമർശങ്ങൾ അങ്ങയുടെ സംശയങ്ങളെ സാധൂകരിക്കുന്നതാണോ? അതെ, ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ റിപ്പോർട്ട് ഇന്ന് വന്നു. പക്ഷേ ഈ സെല്ലിൻ്റെ അതേ കാര്യങ്ങളാണ് ഞാനും എൻ്റെ കുടുംബവും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു റിപ്പോർട്ടും എനിക്ക് ഒരു ആൻറ്റി റാഗിങ്ങോ പോലീസോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വേണ്ടപ്പെട്ടവരോ തന്ന റിപ്പോർട്ടല്ല. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ദിവസങ്ങളോളം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള ക്രൂര മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷിക്കണം, CBI അന്വേഷിക്കണം, ഈ അന്വേഷണം ശരിയാവില്ല. ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് മാഡത്തിന് ശ്രദ്ധിക്കാം, വേണമെങ്കിൽ അത് അന്വേഷിക്കാം, നോക്കാം എൻ്റെ മുമ്പുള്ള ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അത് സാധൂകരിക്കുന്ന കറക്റ്റായിട്ടുള്ള കോളേജിന്റെ അധികൃതർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം വേണ്ടതുണ്ട്. ഡീനടക്കം എതിരെ അങ്ങ് വലിയ തോതിൽ പരാമർശം നടത്തുന്നുമുണ്ട്. ഇന്ന് റിപ്പോർട്ട് വായിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അധികൃതർക്ക് മുൻപാകെ ഉന്നയിക്കുന്ന പരാതികളിൽ പലതും ഞെട്ടിക്കുന്നതാണ്. ഒന്ന്, ഇത് മൂടിവെക്കാനും അതിൻ്റെ ഒരു വ്യാപ്തി കുറച്ചു കാണിക്കാനുമുള്ള ശ്രമം ഡീനിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്.
പോലീസുകാർ മൊഴിയെടുക്കുമ്പോൾ അടക്കം അധികൃതർ കാവൽ നിന്നു, വിവരങ്ങൾ ചോദിച്ചറിയുമ്പോൾ അടക്കം അധികൃതർ കാവൽ നിന്നു. അത് വിദ്യാർത്ഥികളിൽ ഭയപ്പാടുണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിനാകെ കുടപിടിക്കേണ്ട എന്തു ബാധ്യതയാണ് അവിടെ ഉള്ളത് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തൊക്കെ വരുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അതെ, ആദ്യമേ ഞാൻ പറയാം, അത് എനിക്ക് 90% ഉറപ്പുണ്ട് അവരാരെ ഭയപ്പെടുന്നു. ചിലപ്പം ആരുടെയെന്നറിയില്ല, ഭരണകൂടത്തിനെയാണോ അല്ലെങ്കിൽ ഇതിൽ ചെയ്തവരെയാണോ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൂടുതൽ അത് ഭയപ്പെട്ടത്. പിന്നെ ഡീന് ഇതെല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലേ പറയുന്നുണ്ട്. ഡീനാണ് ഇതിൽ കൊലപാതകത്തിൽ കൂട്ടുനിന്നത്, അല്ലെങ്കിൽ ഈ റാഗിങ് എന്ന് പറയുന്നില്ല, ഈ ക്രൂരമർദ്ദനത്തിൽ കൂട്ടുനിന്നത്, അത് കൊലപാതകം മറച്ചു വയ്ക്കാൻ കൂട്ടുനിന്നത്, വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി, ഇതെല്ലാം ഉണ്ട്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഡീനെ പ്രതി ചേർക്കണം, കൊലപാതകത്തിൽ കുറ്റത്തിൽ ചേർക്കണം, ചേർത്തിട്ട് സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം, സസ്പെൻഷനല്ല ഡിസ്മിസലായിട്ട് തന്നെ നിർത്തിയിട്ട് ഡീനും കാന്തനാഥും, അതായത് അസിസ്റ്റന്റ് വാർഡനും, ഇതെല്ലാം കൂടെ മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായ തെളിവുണ്ട്. എനിക്കതിൽ ആശങ്കയുണ്ടായിരുന്നു ഈ കേസ് അട്ടിമറിക്കുമോ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയുടെ അതിലുള്ള പങ്ക്, ഈ പരാതി കൊടുത്തിട്ട് ആരൊക്കെ ഈ പരാതി പേപ്പറിൽ സൈൻ ചെയ്തു, അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്, അക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, ഇതിൽ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് ഫസ്റ്റ് ഇയർ മുതലുള്ളത്, അവൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. അത് അവന് ഇവിടെ വരുമ്പോൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അവൻ്റെ പങ്ക് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അത് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഒരു പങ്ക്. എന്ന് മുതൽ അവന് ആ റൂമിൽ ഇവർ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഈ അക്ഷയാണ് ഇവൻ്റെ ഫോൺ കൺട്രോൾ ചെയ്യുന്നതും ഇവിടെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്യുന്നതും. അതാർക്കും ഒരു സംശയം വരാത്ത രീതിയിലാണ് അത് വെൽ പ്ലാൻഡായിട്ട് വയ്ക്കൊണ്ടിരുന്നത്. അക്ഷയ് ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സംശയിക്കില്ല. കാര്യം ഒന്നുമില്ല, എപ്പോഴും സിദ്ധാർത്ഥനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അക്ഷയെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിൽ നല്ല രീതിയിൽ അക്ഷയ് അവന്റെ റോള് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു. അത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് സംശയവും തോന്നാത്ത തരത്തിൽ ഫോൺ കോളുകൾ മാനേജ് ചെയ്തു അല്ലേ? അതെ, ഫോൺ കോളുകൾ മാനേജ് ചെയ്തു. അത് അക്ഷയ് തന്നെ മാനേജ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പലപ്പോഴും സിദ്ധാർത്ഥനെ വിളിക്കുമ്പോൾ കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുളിക്കാൻ പോയിരിക്കായിരിക്കും, ഭക്ഷണം കഴിക്കാൻ പോയിരിക്കായിരിക്കും, എന്തോ 2-3 പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വിളിക്കുന്ന അക്ഷയ്യ. അപ്പോൾ എല്ലാ പേർക്കും അറിയാം അവൻ്റെ അമ്മ സിദ്ധാർത്ഥനെ കിട്ടിയില്ലെങ്കിൽ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന അക്ഷയ്യ. അതുകൊണ്ട് അവർ നല്ല രീതിയിൽ ആ കാര്യം എക്സിക്യൂട്ട് ചെയ്തു. കാര്യം ഒന്നല്ല, അക്ഷയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അക്ഷയ് ഫോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ സംശയിക്കില്ല. അക്ഷയ് ഫോൺ എടുത്ത് കൊടുക്കുമ്പോഴേ അമ്മ ഞാൻ കിടക്കുകയാണ്, സിദ്ധാർത്ഥൻ പറയും ആ കിടക്കുകയാണ്, അല്ലെങ്കിൽ കുളിക്കാൻ പോകണം, 2 വാക്ക് പറയുമ്പോൾ നമുക്ക് സംശയമില്ല. ഈ കാര്യം നമ്മൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. ആദ്യത്തെ മൊഴിയിലും പറഞ്ഞു. പക്ഷേ അവർ ഇതുവരെയ്ക്കും ആ ചിത്രത്തിലേ വന്നിട്ടില്ല, അക്ഷയുടെ പേര് വന്നിട്ടില്ല. ഒരു സാക്ഷി മൊഴിയിൽ വന്നിട്ടുണ്ട്. അക്ഷയ് സാക്ഷിയല്ലല്ലോ, മാപ്പ് സാക്ഷിയല്ല, സാക്ഷിയല്ല, പ്രധാന പ്രതികളിൽ ഒരാളാണ്. അത് ചേർക്കുക തന്നെ വേണം. ഇനി അവർ ചേർക്കാതിരിക്കുമോ എന്നറിയില്ല. CBI അന്വേഷണം വന്നതുകൊണ്ട് നമുക്കൊരു ആശ്വാസമുണ്ട്. അവർ ചിലപ്പോൾ ചേർക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെയും മറ്റന്നാളും അക്ഷയയിൽ ചേരുകയായിരിക്കും. എന്നാലും ചേരട്ടെ, നല്ല കാര്യം. ചേർക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ദേവരാഗ് എന്ന് പറഞ്ഞു, അത് അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഈ ദേവരാഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷ പോലുമില്ല ആ കുട്ടി ഇതിൽ പങ്കെടുക്കുമെന്ന്, ഈ കൊലപാതകത്തിൽ കൂട്ടി നിൽക്കുമെന്ന്. അതും വന്നു. വേറെ അറിഞ്ഞുകൂടാത്ത പേരുകൾ ഒരുപാട് വരുന്നു. ഡീന് വരുന്നു. അത് മാത്രമല്ലല്ലോ, ഏറ്റവും ക്രൂരമായെന്ന് പറയുന്നത് 130ഓളം കുട്ടികൾ കണ്ടു നിൽക്കുന്നു, രസിച്ചുകൊണ്ട് നിൽക്കുന്നു. 30ഓളം കുട്ടികൾ ഈ ക്രൂരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ 160ഓളം 150ഓളം കുട്ടികളായി. ഇത് ലൈവായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ കോളേജിലെ കുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികളെ ഹോസ്റ്റലിൽ. അവർ തന്നെ 10-20ഓളം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കും മേഡം, എത്ര കുട്ടികളായി കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏകദേശം 100-400 കുട്ടികൾ ഒരേ സമയം 3 ദിവസം വരെ ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കുക. പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പറയുന്നില്ല. പ്രതികരിക്കാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ ഒരു ഫോൺ കോൾ മതി, 2 നിമിഷത്തെ ഫോൺ കോൾ. ആരും ചെയ്തില്ല. 5 വർഷത്തെ കോഴ്സാണ്. 5 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ 500 കുട്ടികളെ അവിടെ സാധാ കോഴ്സിന് കാണുള്ളൂ. ഈ 500 കുട്ടികളും 400 കുട്ടികളും കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു. ഡീന് നിൽക്കുന്നു. ഡീന് നിന്നിട്ട് കൊലപാതകം മറച്ചു വയ്ക്കാൻ വേണ്ടി അതിന് നിൽക്കുന്നു. ഡീനിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇൻ്റർവ്യൂ എന്തിനാ? അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൻ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നടക്കുന്നത് 19-ാം തീയതി, 19, 20, 21 ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അവർ 100-400ഓളം കുട്ടികൾ നിൽക്കുന്നു. ഡീന് കൊലപാതകം മറച്ചു വയ്ക്കാൻ നിൽക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഡീനിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഇൻ്റർവ്യൂ എടുക്കുന്നു. അവിടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള വേറെ ഒന്നുമല്ല, അധ്യാപകരെ ശമ്പളം കൂട്ടണം, അപ്ഗ്രേഡ് ചെയ്യണം.
ഇതെല്ലാം നടക്കുന്ന ഒരു കോളേജിൽ നമ്മൾ കേട്ടുകേഴ്വില്ലാത്ത ഒരു കോളേജിൽ ഇനി ആ കോളേജ് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കോളേജിൻ്റെ അപ്ലിക്കേഷൻ എടുത്ത് കളയണമെന്ന് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കളയില്ല, എനിക്കറിയാം. അത് എനിക്ക് അത്രത്തോളം വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതായത് ആ കുട്ടി മരിച്ചു കിടക്കുമ്പോഴാണ് ഈ പറയുന്ന അധ്യാപകരുടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ അവിടെ നടക്കുന്നത്, അവിടെ ബിരിയാണി വിതരണം നടക്കുന്നത് ഒക്കെ. ഈ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്. വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന വലിയ വിമർശനമൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു. ശ്രീ ജയപ്രകാശ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ കൂടിക്കാഴ്ച നടത്തിയതിന് 1 മണിക്കൂറിനുള്ളിൽ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളുടേതടക്കം സമരങ്ങൾ അവസാനിക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥന് നീതി കിട്ടി എന്ന ഒരു കൺക്ലൂഷനിലേക്ക് പ്രതിപക്ഷവും എത്തിയിട്ടുണ്ടോ? എന്ന് പറയാറായിട്ടില്ലല്ലോ. സ്വാഭാവികമായും ഇത്തരത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള അതിദാരുണമായ ഒരു സംഭവം, നികൃഷ്ടമായ ഒരു സംഭവം ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ സകല പ്രതീക്ഷകളെയും തച്ചു തകർത്തുകൊണ്ട് അദ്ദേഹത്തെ വളരെ മൃഗീയമായി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ ഒരു സംഭവം. ആ സംഭവത്തിൽ സ്വാഭാവികമായും പോലീസ് ഉരുണ്ട് കളിച്ചത് നമ്മൾ കണ്ടു. അതിൽ പങ്കെടുത്ത SFI നേതൃത്വത്തെ അപ്പാടെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. പിന്നീട് അതിൻ്റെ പങ്കാളികളായിരുന്ന, അല്ലെങ്കിൽ അതിൽ മൗനസമ്മതം നൽകിയിട്ടുള്ള ഡീൻ ഉൾപ്പെടെയുള്ളവർ, ഡീനൊക്കെ ഇതിനെ സംബന്ധിച്ച് എല്ലാം കൃത്യമായിട്ടറിയാം. അപ്പോൾ ഡീൻ ഉൾപ്പെടെയുള്ള മൗനസമ്മതം മാത്രമല്ല, അവർ ഇതിൻ്റെ പങ്കാളികളായി നിന്നുകൊണ്ട് ഇതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ കൂട്ടുന്നത് നമുക്കറിയാം. അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ. ഡീൻ എന്ന് പറയുമ്പോൾ ആ ക്യാമ്പസിൻ്റെ ഹെഡാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും അക്കാഡമിക് ഹെഡ് കൂടിയാണ്. അയാൾ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പങ്കിനെ സംബന്ധിച്ച് നമുക്കറിയാം. അതിനുശേഷം ഈ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചതും ഇത് പിന്നീട് ഇതൊരു വലിയ വിവാദമായതിനു ശേഷം മാത്രം ഇതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ കേരളീയ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുകയും തുടർന്ന് ഒരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോൾ ചാൻസലർ തന്നെ, സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഉൾപ്പെടെ ഗവർണറെ കണ്ട് അപേക്ഷ നൽകിയതിന് ശേഷം, പരാതി നൽകിയതിന് ശേഷം ചാൻസലർ തന്നെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഡീനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനെയും ഒക്കെ ഉടനെ സസ്പെൻഡ് ചെയ്യും, ഉടനെ മാറ്റി നിർത്തും എന്നൊക്കെ മന്ത്രി നിരവധി ദിവസം പറഞ്ഞെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം മറ്റ് മാർഗമില്ലാതെ വന്നപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം കേരളത്തിൻ്റെ പ്രതിഷേധം അതിശക്തമായപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിക്ക് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം 3-ാം തീയതി തന്നെ, മാർച്ച് മാസം 3-ന് തന്നെ കത്ത് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി, യുവജന, വനിതാ, മഹിളാ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള സംസ്ഥാന അധ്യക്ഷന്മാർ കഴിഞ്ഞ 6 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയിട്ടുള്ള നിരാഹാര സമരം, തുടർന്ന് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള പ്രതിഷേധം, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഒപ്പം മറ്റ് സംഘടനകളിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ അതിനുശേഷം ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താവ് മുഖ്യമന്ത്രി എന്ന് കാണുന്നു. സ്വാഭാവികമായും അവരുടെ അപേക്ഷയിന്മേൽ ഇത്തരത്തിൽ CBI അന്വേഷണം സർക്കാർ ഉത്തരവിടുന്നു. അപ്പോൾ നേരത്തെ പ്രതിപക്ഷം അപ്പാടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാവശ്യം, അതിൽ ജനകീയ പ്രക്ഷോഭം ഈ സംസ്ഥാനത്തുടനീളം നടപ്പിലാകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദം ഉൾപ്പെടെ മുമ്പിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു, ശുപാർശ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നീതി ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും, ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ആ രക്ഷകർത്താവ്, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നതെങ്കിലും ആ രക്ഷകർത്താവ് കഴിഞ്ഞ ഒരു മാസത്തോളമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം, കഴിഞ്ഞ 15-ാം തീയതി മുതൽ അവരുടെ കുടുംബം അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം, ആ സംഘർഷമെല്ലാം അവിടെ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി അവരുടെ പിന്നിൽ അണിനിരന്നു. ഭരണപക്ഷം ഒഴികെ, CPM-ഉം അതിൻ്റെ പോഷക സംഘടനകളും ഒഴികെ മുഴുവൻ ആളുകളും അവരുടെ പിന്നിൽ അണിനിരന്നു. SFIയുടെ കാപാലികന്മാർ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതിന് ശേഷം അവരെ സംരക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഞാനതാ പറഞ്ഞു വന്നത്, അക്ഷയിനെ സംബന്ധിച്ചുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ ന്യായമായും ഇത് അറിഞ്ഞിട്ടും ഒരു വിദ്യാർത്ഥിയെ വെട്ടിത്തൂക്കുന്നത് അറിഞ്ഞിട്ട് പോലും അതിനകത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകാതിരുന്ന ഡീനെ സംബന്ധിച്ച്, അവിടുത്തെ അസിസ്റ്റന്റ് വാർഡിനെ സംബന്ധിച്ച് അവരെ സസ്പെൻഡ് ചെയ്താൽ പോരാ, അവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്നും അവരെ കേസിൽ പ്രതിയാക്കണമെന്നുള്ള ന്യായമായ ആവശ്യം, ഏറ്റവും മിനിമം ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഈ രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനെ സംബന്ധിച്ച് നടപടി ഉണ്ടാകേണ്ടതുണ്ട്. സ്വാഭാവികമായും CBI അന്വേഷണം വരുമ്പോൾ അവരൊക്കെ പ്രതികളാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ CBI അന്വേഷണം അതിനൊരു തുടക്കം മാത്രമാണ്. അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി, ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള തുടക്കത്തിൻ്റെ ഒരു ആരംഭമായി മാത്രമേ ഈ CBI അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ അഥവാ സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് CBIക്ക് ഇത് കൈമാറുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ഇനി CBI ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം അപ്പോൾ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും ദിവസം ഈ കേസ് അന്വേഷിക്കുകയും ഇതിൻ്റെ
ഒരു മിനിറ്റ് കൂടി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം കൈകാര്യം ചെയ്തതും കേരള പോലീസാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഈ കേസ് ഇത്രയും നാൾ കൈകാര്യം ചെയ്തതിലൂടെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആർക്കെങ്കിലും അനുകൂലമായി അഥവാ ഈ പ്രതിസ്ഥാനത്തുള്ള ആരെയെങ്കിലും സംരക്ഷിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുക. CBIയുടെ അന്വേഷണം നടന്ന് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും തെളിവുകൾ ഒക്കെ ശേഖരിച്ചതിന് ശേഷമാണ് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അത് സ്വാഭാവികമായും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒപ്പം CBI വരുന്നതിലൂടെ ഇത്തരത്തിൽ അന്വേഷണത്തിലൂടെ ഇതിലെ കൃത്യമായും ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തുകയും നമുക്കതേ മാർഗമുള്ളൂ. ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ സ്വാഭാവികമായും CBI ആണ് അന്വേഷിക്കാൻ കഴിയുക. ഏറ്റവും വലിയ ഏജൻസി. ആ ഏജൻസി അന്വേഷിക്കട്ടെ. അതിലൂടെ ഈ മാതാപിതാക്കൾക്ക് അവർക്ക് അവരുടെ മകൻ നഷ്ടപ്പെട്ട വേദനയ്ക്ക് മറ്റൊന്നും പരിഹാരമാകില്ല. പക്ഷേ ആരൊക്കെയാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അവരെയെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ കേരളീയ സമൂഹം, ഞാനും താങ്കളും ഉൾപ്പെടുന്ന കേരളീയ സമൂഹം ഈ കുടുംബത്തോട് നീതി ചെയ്തു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയുവാൻ കഴിയൂ എന്ന വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ശരി, ശ്രീ PS സഞ്ജീവ്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് അനുകൂലമായ അവരുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം SFIയുടെ അടക്കം നേതാക്കൾ വന്നപ്പോൾ ഇത്രയും ക്രൂരമായ പീഡനത്തിനിരയായ ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ട് ഒരു അനുശോചനം പോലും അർഹിക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഒരു നീതി കിട്ടുന്നു, അല്ലെങ്കിൽ നീതിയുടെ തുടക്കമാകുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ആ ക്യാമ്പസിനെ കേന്ദ്രീകരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടിയുണ്ട്. നിങ്ങൾക്ക് ആ ക്യാമ്പസിനെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്? അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വലിയ തോതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനമുള്ളൊരു ക്യാമ്പസാണ്, അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതാണോ, അതോ ഇനി ഒരു സിദ്ധാർത്ഥൻ അവിടെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണോ വിചാരിക്കേണ്ടത്? ഒന്ന്, ഇന്നിവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ് അവിടെ മുഖ്യമന്ത്രിയെ കാണുകയും അത് അംഗീകരിച്ച് വരികയും ചെയ്തു. തീർച്ചയായും CBI അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം, ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷണം പുരോഗമിച്ച് അതിൻ്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചതെന്നും കൃത്യമായി കേരളത്തിലെ സമൂഹം അറിയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇത് പറയുമ്പോഴും, ഇത് ആവർത്തിച്ച് ഞങ്ങൾ പറയുമ്പോഴും, നിങ്ങൾ ഇതിൻ്റെ മുഴുവൻ പഴിയും സംഘടനാപരമായി, രാഷ്ട്രീയപരമായി SFIയുടെ തലയിൽ ചാർത്താൻ വേണ്ടിയുള്ള സംഘടിതമായ പ്രവർത്തനം ഈ കാലയളവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും 18 പ്രതികളിൽ 4 പേർ SFIയിൽ പ്രവർത്തിച്ചവരുണ്ട്, യാതൊരു സംശയവുമില്ല. അതിൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റ് 14 പ്രതികളുടെയും രാഷ്ട്രീയത്തെ ഒന്ന് തലോടാൻ പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും നിങ്ങളാരും തയ്യാറായില്ല എന്നും, ഇന്ന് ഇവിടെ വലിയ രീതിയിൽ വാഗ്ധോരണി നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി അടക്കം മനസ്സിലാക്കുന്നത്, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായുള്ളവർ പോലും ഈ കേസിൽ പ്രതികളായി, ഇതിൽ പ്രധാന പ്രതികളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ ഒരു ഘട്ടത്തിൽ ഈ ചർച്ചയിൽ പറഞ്ഞതുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇത് കേവലം SFIയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു വിഷയമാക്കുന്നതിനേക്കാൾ അപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിന് സംഭവിച്ചതെന്നും, ഇത് സംഘടിതമായി, ഓരോ ചർച്ചയിലും നിങ്ങൾ പറയുന്നത് സംഘടിതമായി SFI തീരുമാനിച്ച് നടപ്പിലാക്കിയല്ല, SFIയുടെ നയം ഇതല്ല, SFI ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ തന്നെ പറയുമ്പോഴും SFI ആണ് ഇതിനൊക്കെ പിന്നിലെന്ന് അവസാനം നിങ്ങൾ ചോദ്യം കൊണ്ടുപോയി വെക്കുകയാണ്. അത് തീർച്ചയായും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ ആദ്യം ഘട്ടം തൊട്ടേ പറഞ്ഞു, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവണതയെ വെച്ചു പുലർത്താൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും എവിടെയും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ വലിയ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് അധികരിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. പല സ്ഥലങ്ങളിലും SFIയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലൊട്ടാകെ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട്, യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച ആൾ കൂടിയാണ് മാന്യ പ്രതിനിധി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയെത്ര വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ വെച്ച് അരുങ്കൊല ചെയ്ത സംഘടനയുടെ പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, ഞങ്ങളെ പലതും വിളിക്കുന്നത്,
ഈ കേസിൽ SFI ഏതെങ്കിലും തരത്തിൽ തീരുമാനിച്ചു പോയി നടത്തിയ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. SFI പ്രവർത്തകർ 4 പേർ ഇതിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീ സഞ്ജീവ് അതായത് അല്ലല്ല ഈ ചർച്ചയുടെ തുടക്കം 51 ആവുകയാണ്, ഏതാണ്ട് 21 മിനിറ്റ് ആവുകയാണ് ഈ ചർച്ച തുടങ്ങിയിട്ട്. SFI സംഘടനാ തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കിയത് എന്നോ? ഞാനിത് പൂർണ്ണമായി കേൾക്കുകയാണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുവോ? അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ട് എന്നങ്ങ് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ചോദ്യം എന്താണ് എന്റെ ഭാഗത്ത് കേൾക്കുകയാണല്ലോ. അല്ലല്ല, നിങ്ങൾ ചോദിച്ചത് എന്താ? ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ, നിങ്ങൾക്ക് അതീശത്വമുള്ള ക്യാമ്പസിൽ നിങ്ങൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് തിരുത്തുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതായത് ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആവശ്യമുള്ള ചോദ്യമാണ് നിങ്ങൾ എടുക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ്? നിങ്ങൾക്ക് വലിയ തോതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസ് അങ്ങനെ പോകട്ടെ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതോ അവിടെ ഇനി ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് ചോദിച്ചത്. അങ്ങനെയാണ്. അവിടെ മാത്രമല്ല കേരളീയ കലാലയങ്ങളിൽ സിദ്ധാർത്ഥ് മാത്രമല്ല ഒരു വിദ്യാർത്ഥി പോലും ഹനിക്കപ്പെടാൻ പാടില്ല എന്ന നിലപാടുള്ള സംഘടനയാണ് ഞങ്ങളുടേത്. അല്ല, അപ്പോ തുള്ളി രക്തം കേരളത്തിലെ ക്യാമ്പസുകളിൽ വീഴാൻ പാടില്ല. സഞ്ജീവ് പറയുന്നത് മറുപടിയാണ്. സഞ്ജീവ് എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ SFIക്ക് ഇതിനുള്ള സംഘടനാ ഉത്തരവാദിത്തമോ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തെ കുറിച്ചൊന്നും എന്റെ ചോദ്യത്തിന്റെ ഭാഗമായിരുന്നില്ല. അതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ല, അങ്ങനെ ഒരു ക്രൈം അവിടെ നിങ്ങളുടെ നേതാക്കളടക്കം ഉൾപ്പെട്ട് നടപ്പിലായതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് പാടെ മാറി നിൽക്കാൻ SFIക്ക് കഴിയില്ല എന്ന ആദ്യത്തെ ദിവസത്തെ ചർച്ചയിൽ മുതൽ ഞാൻ പറയുന്നുണ്ട് സഞ്ജീവ്. അത് ഞാൻ ഇനിയും പറയും. അങ്ങ് തന്നെ പറഞ്ഞു SFI ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ ശ്രീ സഞ്ജീവ്. SFI ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ആ ചോദ്യം തിരിച്ചു വെക്കുന്നുവെന്ന്. ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതല്ല എന്നു ഞാൻ പറയുന്നുണ്ട് സഞ്ജീവ്. അപ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും ഞാൻ പറയും. പക്ഷേ എന്റെ ഇന്നത്തെ ചോദ്യം, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുടുംബത്തിന് നീതി കിട്ടാൻ തുടക്കമാകുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ SFIക്ക് ചെയ്യാൻ പലതുണ്ട് ആ ക്യാമ്പസിൽ. നിങ്ങളെ വിശ്വസിച്ചാണ് അതിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒപ്പം നിന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പലതുണ്ട് അവിടെ. നിങ്ങൾ തിരുത്തിയല്ലോ, 4 പേരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പൊ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ അവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണല്ലോ നിങ്ങൾ തിരുത്തു വരുത്തിയത്. അതിന് തുടർച്ചയായി നിങ്ങൾക്ക് ചെയ്യാൻ പലതുണ്ട് അവിടെ. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്ര പ്രകോപിതരാകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പ്രകോപിതനായില്ല. ഞാനെവിടെ പ്രകോപിതനായി? ഞാൻ നിങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കുകയാണെന്ന്. ഞാൻ എവിടെയാ പ്രകോപിതനായത്? ഒരു പ്രകോപനവും ഇല്ല ഈ വിഷയത്തിൽ. ഞങ്ങൾ സംഘടനാപരമായി ക്യാമ്പസുകളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ജനാധിപത്യ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഘട്ടത്തിൽ പോലും ഞാനിത് കൂടുതലായി എന്തെങ്കിലും പറയേണ്ടതല്ല. SFI അവിടെ കറക്റ്റ് ചെയ്യേണ്ട വിഷയമോ ഈ സിദ്ധാർത്ഥിൻ്റെ വിഷയം മാത്രം മുൻനിർത്തി ചർച്ച ചെയ്യേണ്ടതോ മാത്രമല്ല, ക്യാമ്പസുകളിൽ ഉണ്ടാവുന്ന അനുദിനത്തിൽ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും, അത് ക്യാമ്പസിൽ ഉണ്ടാവുന്ന അരാഷ്ട്രീയ ബോധത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള വലത് വ്യതിയാനത്തെക്കുറിച്ചോ അതെന്തുമാവട്ടെ, അതിലൊക്കെ കൃത്യമായി ഇടപെട്ട് വിദ്യാർത്ഥികളെ സർഗാത്മകമായി മുന്നോട്ട് നയിക്കാനും അതിനനുസരിച്ച് ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ SFI എന്ന നിലയിൽ ആ പ്രവർത്തനം തുടരും. അതിൽ എവിടെയെങ്കിലും ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ SFI അതിനെ കാണുന്നുമുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ടൂളായി ഉപയോഗിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ക്യാമ്പസുകളുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു ക്രൈം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തീർച്ചയായും പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരെ ഉപയോഗപ്പെടുത്തും. നിങ്ങൾ ഉപയോഗപ്പെടുത്തും. നിങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ അവർ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നത്. ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം. അല്ല, പ്രതിരോധങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും വിഷയമല്ല. പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ജനാധിപത്യ സമൂഹത്തിന് അതൊക്കെ ആവശ്യമാണ്. ഈ ജനാധിപത്യ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതൊക്കെ ആവശ്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് വേറൊരു വിരുദ്ധ അഭിപ്രായമില്ല. പക്ഷേ അതിനെ ഉപയോഗിച്ച് കേവലപരമായി കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ബോധമായ പ്രവർത്തനം ഉണ്ടെന്നേ. അതാണ് അതോടൊപ്പം 18 പ്രതികൾ ഈ കേസിലുണ്ട്. അല്ല, സഞ്ജീവ് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെട്ട ഒരു നേതാവാണല്ലോ. അതിനും വളം വെക്കുന്ന, അതിനും നിദാനമാകുന്ന പല കാര്യങ്ങൾ പിന്നെയുണ്ടായി. കോഴിക്കോട് അമൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായ പീഡനത്തിനിരയായി. അദ്ദേഹവും വിരൽ ചൂണ്ടിയത് SFIക്ക് നേരെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രത്യേകം ഒരു വിഷയമാക്കി ചർച്ച ചെയ്യാം. ദിവസങ്ങളിലൊക്കെ
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തവരിൽ എസ്എഫ്ഐയുടെ പ്രവർത്തകരും നേതാക്കളുമുണ്ട്. അപ്പോൾ തുടർച്ചയായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നിങ്ങൾ ഇത് പൊതുസ്വഭാവമായി കണക്കാക്കുന്നത്. നിങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടത് എസ്എഫ്ഐ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല. മാധ്യമപ്രവർത്തക അങ്ങ് കേൾക്കേണ്ടത് കൊയിലാണ്ടിയിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കേസാണ്. പരസ്പരം അവിടെ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അടിയേറ്റു വാങ്ങിയത് എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണെന്നേ. 2ാം വർഷ വിദ്യാർത്ഥിയിൽ നിന്ന് അടിയേറ്റു വാങ്ങിയതാണെന്നേ. സംഭവം ഉണ്ടായ ദിവസങ്ങൾക്കുള്ളിൽ സമാനമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എസ്എഫ്ഐക്ക് ഒരു തിരുത്തലോ അല്ലെങ്കിൽ ഒരു ജാഗ്രതയോ വേണ്ടതല്ലേ? നിങ്ങളൊരു പ്രസ്ഥാനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതല്ലേ? ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടതല്ലേ? അപ്പോൾ തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് അടി കിട്ടിയതാണെന്നേ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. അതിനെ അമലിന്റെ മൂക്കിടിച്ചു പിന്നീട് എന്താ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാഞ്ഞത്? അവിടെ അമലിന്റെ മൂക്കിടിച്ചു പിടിച്ചത് കേസ് അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ എന്താ കമന്റ് ചെയ്യേണ്ടത്? അങ്ങോട്ട് ആദ്യമായി ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടത് ഈ അമലിനെതിരെയാണെന്നേ. ഇല്ല, നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം. നിങ്ങൾ അതും ഇതും മിക്സ് ചെയ്യുകയാണെങ്കിൽ പൊതുസ്വഭാവമല്ല എന്ന് പറഞ്ഞിടത്താണ് കേരളത്തിൽ ക്യാമ്പസുകളുടെ പൊതുസ്വഭാവമോ എസ്എഫ്ഐയുടെ പൊതുസ്വഭാവമോ അല്ല എന്ന് പറഞ്ഞെടുത്ത് എസ്എഫ്ഐയുടെ പൊതുസ്വഭാവമോ കേരളത്തിലെ ക്യാമ്പസുകളുടെ പൊതുസ്വഭാവമോ അല്ല എന്ന് ഞാനും പറയാൻ തയ്യാറാണ്. പക്ഷേ സംഭവങ്ങൾക്ക് ആവർത്തനമുണ്ടായി എന്ന് ഞാൻ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ആ ജാഗ്രത എസ്എഫ്ഐ തുടരുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആ ജാഗ്രത ഉണ്ടാകുമോ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ അത് തുടരും എന്നല്ല പറയേണ്ടത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ആ യൂണിയനോ അല്ലെങ്കിൽ ആ കോളേജിനോ ഇനി ഒരു സിദ്ധാർത്ഥം ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊക്കെ അങ്ങ് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ വിളിച്ചിവിടെ ഇരുത്തണോ? അങ്ങനെ നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടി ഞാൻ കേൾക്കേണ്ടത് ഇതാണെന്ന്. അപ്പൊ ഞാൻ കേൾക്കേണ്ടത് എന്താണെന്ന് അങ്ങാണോ പറയാ? നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേൾക്കേണ്ടത് എന്താണെന്ന് അങ്ങ് പറയണം. എന്റെ നിലപാട് സംഘടനാപരമായ നിലപാടല്ലേ ഞാൻ പറയുക. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ വിഷയം? നിങ്ങൾ എസ്എഫ്ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിഷയങ്ങൾ മാത്രം, എസ്എഫ്ഐയെ എങ്ങനെയെങ്കിലും ഈ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് കേരളത്തിന്റെ പൊതുസ്ഥിതി ഇതാണെന്ന് വരുത്താൻ ശ്രമിക്കുകയാണെന്നേ. ഈ രണ്ടാഴ്ചക്ക് മുൻപാണ് എറണാകുളം അങ്ങനെയാണെങ്കിൽ എറണാകുളത്തെ മഹാരാജാസിലെ എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് എന്താ സംഭവിച്ചത്? എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് മഹാരാജാസ് കോളേജിൽ വെച്ച് എന്താ സംഭവിച്ചത്? മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് അറിവിലുണ്ടോ? ശരീരത്തിൽ പ്രത്യേകമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. മഹാരാജാസിൽ സംഭവിക്കുന്ന പ്രത്യേകമായി ചർച്ച ചെയ്യണ്ടേ? സിദ്ധാർത്ഥിന്റെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി എന്നാണല്ലോ കുറച്ചും സഞ്ജീവ് പറഞ്ഞത്. എല്ലാം എടുത്ത് ചർച്ച ചെയ്യാന്നേ. എല്ലാം എടുത്ത് ചർച്ച ചെയ്യാം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല സഞ്ജീവ് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു. ശരി, എന്നോട് ക്ഷമിക്കണേ. ഞാൻ സിദ്ധാർത്ഥിന്റെ അമ്മയിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീമതി ഷീബ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരി ശ്രീമതി ഷീബ, ഇന്ന് അങ്ങ് അതിൻ്റെ ഈ പറയുന്ന ആന്റി റാഗിംഗ് സെല്ലിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ വലിയ ആശങ്കകളുണ്ട്. ഞാനോ ഈ ചർച്ചയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്കോ അങ്ങ് വേദനിപ്പിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ശ്രീമതി ഷീബ, അതായത് സിദ്ധാർത്ഥൻ 16-ാം തീയതിക്ക് ശേഷം കിടന്ന കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അക്ഷയാണ് ആ ഫോൺ കോളുകൾ മാനേജ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജയപ്രകാശൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടത്. കൃഷ്ണലാൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഈ കുട്ടി സിദ്ധാർത്ഥൻ ബാത്റൂമിലേക്ക് പോകുന്നത്, കുളിമുറിയിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ. മറ്റാരും കണ്ടിട്ടില്ല. കഴുത്തുവരെ പുതച്ചു കിടക്കുന്ന സിദ്ധാർത്ഥനെയാണ് മറ്റുള്ളവരെല്ലാവരും കണ്ടത്. കൃഷ്ണലാൽ മാത്രമാണ് ബാത്റൂമിലേക്ക് സ്വമേധയാ പോകുന്ന സിദ്ധാർത്ഥനെ കണ്ടത് എന്ന്. ആദ്യം മുതൽ ജയപ്രകാശൊക്കെ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടറും ആത്മഹത്യ എന്ന് തന്നെയാണ് തൽക്കാലം പറയുന്നത്. CBI അന്വേഷണത്തിൽ അതിന്റെ കൊലപാതക സാധ്യതകൾ കൂടി പരിഗണിക്കണം എന്നൊരാവശ്യം കുടുംബത്തിൻ്റെതായുണ്ടോ? കൊലപാതകമാണല്ലോ, അതിപ്പം ആദ്യമേ തെളിഞ്ഞ കാര്യമാണ്. ആദ്യത്തെ 2 ദിവസം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിഞ്ഞല്ലോ അതൊരു കൊലപാതകം തന്നെയാണ്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത ഒരു കുട്ടിയാണ് അക്ഷയ്. അക്ഷയിന് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാമായിരുന്നു. അവൻ സേഫാണ്, കിടക്കുന്നു. ആൻറ്റി അവൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടില്ല.
ഞങ്ങൾ എന്തെങ്കിലും വിളിക്കുമ്പോൾ മോൻ തന്നെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് 1-2 വാക്കുകൾ പറയുന്നുണ്ട്. അതിലൊരു അസ്വാഭാവികത നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ഒന്നും പിടിയിട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ വിശ്വാസമായിരുന്നു അക്ഷയെ. അക്ഷയ് പറയുന്നതിനപ്പുറം നമുക്ക് വേറൊന്നും ഇല്ലായിരുന്നു. അവൻ ഒരാൾ വിളിച്ചിരുന്ന എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇന്നിപ്പോൾ ഈ CBI അന്വേഷണം സംഭവം കഴിഞ്ഞ് 18-ാം തീയതി കഴിഞ്ഞിട്ട് പോലും ഒരു 5 മണിയോടുകൂടി ഞാൻ അക്ഷയ് വിളിച്ചപ്പോൾ അക്ഷയ് പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിട്ട് അകത്ത് കയറിയിട്ട് സിദ്ധുവിൻ്റെ ഒരു ഫോൺ കൊടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് സിദ്ധുവിനെയോ ഡോക്ടറെയോ ഒന്ന് സംസാരിക്കണം. അക്ഷയ് പറഞ്ഞു ഓക്കെ ആൻറ്റി കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ അടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുവരെ അവൻ സേഫായി നിൽക്കുകയാണ്. മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതെ 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 ഞാൻ അക്ഷയാണ് ആദ്യം വിളിച്ചത്. എൻ്റെ അടുത്ത് എൻ്റെ ബ്രദറോ വീട്ടിൽ നിന്നോ വന്നിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അക്ഷയെ വിളിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് വേണ്ട വിളിക്കണ്ട. എനിക്കറിയണം അക്ഷയാണല്ലോ ഞാൻ 2 ദിവസം കൊണ്ട് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അക്ഷയ് പറയുന്നത് ആൻറ്റി വേറെ ഒന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അകത്തോട്ട് ഹോസ്പിറ്റലിൽ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ അകത്ത് കയറിയിട്ട് കണ്ടിട്ട് സിദ്ധുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. എനിക്ക് സിദ്ധുവിൻ്റെ കയ്യിലോ ഡോക്ടറുടെ കയ്യിലോ ഫോൺ കൊടുത്തിട്ട് എനിക്ക് സംസാരിക്കണം. ഓക്കെ ആൻറ്റി ഞാൻ കയറിയിട്ട് കൊടുക്കാം, ടെൻഷൻ വേണ്ട. ഒരുപക്ഷെ ശ്രീമതി ഷീബ അങ്ങേക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നൊരു വിചാരത്തിന്റെ പേരിലായിരിക്കുമോ? അപ്പോൾ അക്ഷയെ പറ്റി നിങ്ങൾക്ക് പല പരാതികൾ വേറെയുണ്ട്. എന്നിരുന്നാലും ഒരു അമ്മയോട് മരണവാർത്ത പറയുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാകാനുള്ള സാധ്യതയില്ലേ? എങ്കിൽ പിന്നെ 16-നും 17-നും ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നല്ലോ. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയായിരുന്നു. 16-ാം തീയതി ഞാൻ വിളിച്ചപ്പോൾ അക്ഷയ് പറയുന്നു അവൻ കിടക്കുന്നു എന്ന്. അവൻ കണ്ടിട്ടുണ്ട്. 16-ാം തീയതി രാവിലെ എത്തിയതിനു ശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് വിളിക്കുന്നത്. അപ്പം അന്ന് മുതൽ ഉപദ്രവം അല്ലെങ്കിൽ മർദ്ദനം തുടങ്ങിയെന്നാ ഞങ്ങളുടെ അറിവ്. ശരി, ഈ ഞങ്ങളുടെ പുറത്തൊന്നും അക്ഷയുടെ പേരോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അതുപോലെ ദേവരാഗിൻ്റെ കാര്യം ഞങ്ങൾ ഇന്നാണ് അറിയുന്നത്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ദേവരാഗിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ. പിന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന 2-3 പെൺകുട്ടികൾ, അവരാരെന്ന് പോലും അറിയില്ല എനിക്ക്. അവരുടെ മുഖം എനിക്ക് ഒരു കണ്ടാൽ ചിലപ്പോൾ ഇനി ഓർമ്മ കാണും, നേരത്തെ കണ്ട ഒരു ഓർമ്മയില്ല എനിക്ക്. അവരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനമായല്ലോ, നിങ്ങൾക്ക് ഇപ്പം തൃപ്തിയായല്ലോ. അവരൊക്കെ എന്തോ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയണം. ഉടനെ തന്നെ അവരെല്ലാവരും പിടിച്ചുകൊണ്ട് വെളിയിൽ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. ഈ നിങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കുട്ടികളെ അങ്ങനെയാണോ ശ്രീമതി ഷീബ? 20-ാം തീയതി വന്നപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ അക്ഷയ്, ദേവരാഗ്, ഈ കുറച്ച് പെൺകുട്ടികൾ, വേറൊരു ആൺകുട്ടിയും കൂടെ. അപ്പം ഇത്രയും ഞാൻ അന്ന് കണ്ട സംഭവങ്ങളാണ്. അക്ഷയുടെ ഞാൻ അന്നും ചോദിക്കുന്നുണ്ട് മോൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഞാൻ അക്ഷയുടെ കയ്യെ പിടിച്ച് ചോദിക്കുകയാണ്, മോൻ എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2-3 ദിവസം വിളിച്ചതല്ലേ, നീ ഒന്ന് പറയാത്തെന്ത് എന്ന്. അപ്പം അക്ഷയ് കുനിഞ്ഞിരുന്ന് കരയുന്നു, എന്തോ മൗനം സമ്മതം എന്നുള്ള രീതിയിൽ. പക്ഷെ അക്ഷയ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അക്ഷയ് എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇന്നിപ്പോൾ ശരി, ശ്രീ ജ്യോതികുമാർ ചമക്കലി, അക്ഷയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് വലിയ ആക്ഷേപമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ അബിൻ വർക്കി അക്ഷയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ്, എം എം മണിയാണ് എന്നടക്കമുള്ള ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുടുംബത്തിന് അക്ഷയെപ്പറ്റി വലിയ പരാതിയുണ്ട്. ഇന്നിപ്പോൾ പോലീസ് ഏറെക്കുറെ മൊഴിയടക്കം എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. എന്താണ് ഇതിലുള്ള താല്പര്യമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്? അത് നോക്കൂ, നമ്മുടെ മുമ്പിൽ ഷീബ എന്ന സഹോദരി തൻ്റെ മകനെ നഷ്ടപ്പെട്ടു. തൻ്റെ മകനെ ഇഞ്ചിഞ്ചായി കൊല്ലാക്കൊല ചെയ്യുമ്പോഴും ആ കാപാലികന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാപാലികന്മാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ആ കാപാലികന്മാരുടെ നേതാവാണ് ഇന്നിപ്പോൾ എന്നോടൊപ്പം ഈ ചർച്ചയിൽ വന്നിരുന്ന് അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഭാവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടാ മഹാപാകികളെ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ അമ്മയുടെ കയ്യിൽ നിന്ന് അവരുടെ വീട്ടിൽ പോയി അവരിൽ നിന്ന് ഭക്ഷണം കഴിച്ച മഹാപാപികളാണ് ഈ കൊടും ചതി ചെയ്തിട്ടുള്ളത്, അല്ലേ?
കേരളീയ സമൂഹം മറക്കുമോ? കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് വന്നിരുന്ന് അങ്ങ് ന്യായീകരിക്കുക. ഇതിന് രാഷ്ട്രീയമില്ല. SFIയുടെ കൊടും ക്രിമിനലുകൾ ഇതും ഇതിനപ്പുറവും ചെയ്യും. ഈ അമ്മയോട് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഈ അക്ഷയിനെ ഇത്തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് CPM നേതൃത്വമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? MM മണിയാണെന്ന് ആർക്കാണെന്ന് അറിഞ്ഞുകൂടാത്തത്? ശരി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? ഈ അക്ഷയ് എവിടെ? ഈ ദേവരാഗ് എവിടെ? ഇവരൊക്കെ നോക്കൂ, മരിച്ചു കിടക്കുമ്പോഴും, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുമ്പോഴും അവൻ്റെ അമ്മയോട് പറയുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫോൺ കൊടുക്കാം എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്കൊക്കെ ഇവന്മാരൊക്കെ എത്തിയെങ്കിൽ ചെകുത്താന്മാരല്ലേ ഇവന്മാർ, അല്ലേ? എന്നിട്ട് അവരുടെ പ്രതിനിധി വന്നിരുന്ന അങ്ങ് ഘോരഘോരം ന്യായീകരിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. പറയുന്നത് എന്താ? മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർ ഉണ്ടെന്നിരിക്കട്ടെ. ഉണ്ടെങ്കിൽ അവർ പറയുന്നതാണോ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി കേൾക്കുന്നത്? അവർ പറയുന്നതാണോ കോളേജ് യൂണിയൻ ചെയർമാൻ കേൾക്കുന്നത്, പ്രസിഡന്റ് കേൾക്കുന്നത്? അതൊക്കെ SFIയുടെ പ്രതിനിധികളല്ലേ? എവിടെയാ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ? മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ? നിങ്ങൾ ഈ പറയുന്ന ഒരു വ്യക്തി കൊല്ലം ജില്ലയിൽ ഓടനാവട്ടം ടൗൺ വാർഡിലുള്ള ആളാണ്. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അയാളുടെ സഹോദരി ഇതുപോലെ തന്നെ തൃശ്ശൂരില് വെറ്റിനറിക്ക് പഠിച്ചിട്ടുള്ള ആളാണ്, മണ്ണുത്തിയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ താങ്കൾക്ക്? അപ്പോ ഇത്തരത്തിൽ നട്ടാൽ കുറുക്കാത്ത നുണ പറയരുത്. ചെയ്ത പാപത്തിന് പരിഹാരമാണ് ഉണ്ടാകേണ്ടത്, പാപക്രിയയാണ് ഉണ്ടാകേണ്ടത്. ആദ്യം വേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പോയി മാതാവിന്റെ കാലിൽ തൊഴണം. വിഷയം എന്താണെന്ന് പറയൂ. ആ പ്രസ്ഥാനത്തിന് പങ്കില്ലെങ്കിൽ ഞാൻ എന്ത് പറയണം? ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ എന്താ പറയാ? ഓ, താൻ ആരാന്നത് ചോദിക്കാൻ മര്യാദ കേട്ടാ മതി. അങ്ങോട്ട് വെറുതെ നിങ്ങൾ അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ വികാരം നടത്തി നിങ്ങളുടെ കുറച്ച് പൊറോട്ട ബാക്കിയൊക്കെ പാർട്ടി ഓഫീസിൽ ഒരു രാഷ്ട്രീയ ആരോപണമാണ്. നിങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കിയ കൊലപാതകം കേരളത്തിലുണ്ട്. മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഞങ്ങളോട് മാന്യമായി അവരിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഈ കപട സ്നേഹം കാണിക്കല്ലേ ജ്യോതികുമാർ ചാമക്കല. ഈ കപട സ്നേഹം, കപട മനുഷ്യ സ്നേഹം, കപട മനുഷ്യ സ്നേഹം വെച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഉറഞ്ഞു തുള്ളല്ലേ? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുന്നതിന് മുഴുവനും മറുപടി പറയാനുള്ള സമയം ഞാൻ തരാം. എല്ലാം നമുക്ക് വലിയ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ തർക്കത്തിനൊക്കെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്ന പല ചർച്ചകളുണ്ടല്ലോ. നമുക്ക് വലിയ തർക്കത്തിലേക്കും വലിയ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്ന് നിങ്ങൾ അധിക്ഷേപം കേൾക്കാൻ വന്നവരാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നമുക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. അങ്ങ് പൂർത്തീകരിക്കൂ, അതിനുശേഷം സജ്ജൻ സംസാരിക്കും. ഞാൻ അങ്ങ് അങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിമർശനമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ SFIയുടെ കാപാലികന്മാരാണ് അക്ഷയെ തല്ലി കൊന്ന് കെട്ടിത്തൂക്കിയത്. എന്താ തർക്കം? നോക്കൂ, ഇപ്പൊ വന്നിരിക്കുന്ന ആന്റി റാങ്കിന്റെ റിപ്പോർട്ട് എന്താണ്? അവിടെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? വേറെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടോ? SFIക്ക് അടിയറച്ചു നിൽക്കുന്ന പാവങ്ങളായ വിദ്യാർത്ഥികൾ, അവരെ കാഴ്ചക്കാരായി നിർത്തിക്കൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരനെ പട്ടാപ്പകൽ തല്ലിക്കൊല്ലുന്നു. 2 ദിവസം 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ ഇതെന്താ രാജഭരണമാ? ഈ രാജ്യം ജനാധിപത്യമാണ്. രാജാവ് പിണറായി മാത്രമേ ഉള്ളൂ. പിണറായി പോലും ഇന്ന് കീഴടങ്ങിയിരിക്കുന്നു. പിണറായി പോലും ഇന്ന് CBI എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ ഒരു പേരൻസിനെ മാതാപിതാക്കളെ അവരുടെ പിഞ്ചോമനെ തല്ലിക്കൊന്നിട്ട് അത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് വ്യക്തിപരമായി പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പണി നടക്കൂല. ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും, ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം കിട്ടും വരെ ചോദിക്കും. ഒരു തർക്കവും വേണ്ട. ശരി, ശ്രീ PS സഞ്ജീവ്, അതായത് ഈ അക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയ ആരോപണം, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങളുടെ ഇടുക്കി ഘടകത്തിനോ
എം എം മണിക്കോ ഒക്കെ അക്ഷയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അങ്ങനെ ഒന്നുണ്ടോ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അല്ല, അതിനു മുമ്പായി നിങ്ങൾ ഞങ്ങൾ ഇവിടെ വിളിച്ചു ഇരുത്തുന്നു, നിങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾ വരുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയുമാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അവരിയ്ക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾക്ക് പലതും അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഞങ്ങൾക്ക് മനുഷ്യരുടെ വികാരം, ഈ വികാര വിക്ഷോഭമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്നേ, ഞങ്ങൾ തൊണ്ട പൊട്ടി ഉച്ചത്തിൽ മുദ്രാവാക്യം ഇപ്പോഴും വിളിക്കുന്നുണ്ടെന്നേ. ഓരോ വർഷവും ഓരോ മാസങ്ങളിലും ഇവർ കൊലപ്പെടുത്തിയ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ആയിരം തവണ അവർ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെന്നേ. 11 മനുഷ്യരെ കൊലപ്പെടുത്തിയ രാഷ്ട്രീയം, SFI പ്രവർത്തകരെ മാത്രം കൊലപ്പെടുത്തിയ ഹീനമായിട്ടുള്ള കോൺഗ്രസ്സുകാരൻ ചോരയിൽ കുളിച്ചു വന്നിരുന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണെന്നേ. എന്നിട്ട് രാഷ്ട്രീയത്തിന്റെ മറുപേര് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. ഈ ഇടുക്കി ഘടകത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ അബിൻ വർക്കി, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ്. ഇവരൊക്കെ നടത്തിയ ചെറിയ ആൾക്കാരൊന്നും അല്ലല്ലോ. MM മണി എന്ന മുൻ മന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. തെളിവുണ്ടെങ്കിൽ നിരത്തുന്നേ. CBI ഏറ്റെടുക്കാൻ വേണ്ടി പോവല്ലേ? ഇതിങ്ങനെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പാടുകയാണ്. അങ്ങനെ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയാൻ ഇവർ ഉദ്ദേശിക്കുകയാണെന്നേ. ഈ പറഞ്ഞ പയ്യനുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലോ അത്തരത്തിൽ പരിസര പ്രദേശങ്ങളിലോ യാതൊരു വിധത്തിലുള്ള പാർട്ടി ബന്ധമോ അത്തരത്തിൽ ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും സംരക്ഷിക്കുന്നോ എന്ന വിവരം ഞങ്ങൾക്കില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കേണ്ടത് സഖാവ് അഷ്റഫ്, ഭുവനേശ്വർ, PK രാജൻ, CV ജോസ്, സെയ്താലി, MS പ്രസാദ്, സാബു, കൊച്ചനിയൻ, ജോബി ആൻഡ്രൂസ്, അനീഷ് രാജൻ, ധീരജ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തി അവരുടെ രാഷ്ട്രീയം പേറിയിരിക്കുന്നവർ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആ അമ്മ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് മനസ്സിലാകും ആ വേദന എന്താണെന്ന്. ഞങ്ങളെ പക്ഷേ അതിൻ്റെ ഒരു അറ്റത്ത് കെട്ടി കേരളത്തിൽ മുഴുവൻ വലിച്ചിഴച്ച് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ ആരോപണം നടത്തി SFIയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. അപ്പൊ ഇത്തരം ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പ്രതിരോധം നടത്തുമ്പോൾ അവർക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ മേലിലേക്ക് വിഷയം മാറ്റിയാണ് ജ്യോതികുമാർ ചാമക്കല ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്ന രാഷ്ട്രീയ മറുപടി അമ്മയുടെ വികാരത്തെ ഉപയോഗിച്ച് മറികടക്കാൻ ശ്രമിക്കുകയാണ്. ആ അമ്മയുടെ വേദന ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗം വെച്ച് അവിടെ ഇരുന്നാൽ മതി, ഞങ്ങളെ മെക്കിട്ടിറക്കണ്ട. നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞോ. ഒരു മാന്യത വേണം, പറയുന്നതിനൊരു ലാഞ്ചന വേണം, ഒരു നേരിന്റെ കൊലയാളി സംഘമേ നിന്റെ പേരോ കോൺഗ്രസ്, കൊലയാളി സംഘമേ നിന്റെ പേരോ കോൺഗ്രസ്, കൊലയാളി സംഘമേ ഇവിടെ മുൻ KPCC പ്രസിഡന്റ് വരെ കൊലപ്പെടുത്തിയ രാഷ്ട്രീയമുണ്ട് ഇവർക്ക്. മൊയ്യാരത്ത് ശങ്കരനെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയവരാണ്. എന്നിട്ടാണ് ഇവർ ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കുന്നത്. SFIയുമായി ബന്ധപ്പെട്ട് SFIയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഇതിലെ 4 പേർ ഉൾപ്പെട്ടു എന്നതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ ചേർക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിന്റെ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തത്തിനേക്കാൾ അപ്പുറം ധാർമ്മികമായിട്ടുള്ള അതിനെ മറുപുറത്ത് കണ്ടുകൊണ്ട് ആ വിഷയത്തിൽ എന്താണ് വേണ്ടത് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഇടപെടുകയാണ് SFI. എന്നാൽ ഞങ്ങളെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് ഇതിന്റെ മേലിൽ കുറച്ച് രാഷ്ട്രീയ വരതയുണ്ടാക്കി എങ്ങനെയെങ്കിലും കുറച്ച് വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് ഇവർ നടപ്പിലാക്കുന്നത്. സിദ്ധാർത്ഥിനോടുള്ള ഒരു മനുഷ്യ സ്നേഹവും ആ കുടുംബത്തോടുള്ള ഒരു മര്യാദയും അവർ ഈ ചർച്ചയിൽ എന്ന് മാത്രമല്ല എവിടെയും കാണിക്കുന്നില്ല. VD സതീശൻ മെഞ്ഞാന്ന് അവിടെ പോയിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഫോട്ടോ എല്ലാവരും കണ്ടല്ലോ. അച്ഛന്റെ മുന്നിലിരുന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയെന്നേ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയി ഈ അമ്മയെ അച്ഛനെ കാണുന്നു, അച്ഛനെ കണ്ട് സംസാരിച്ചു. നിങ്ങൾ അറിവിലേക്ക് പറയുക. അല്ലല്ല, അതൊക്കെ ഞങ്ങളും ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നേ. അത് ഏത് അന്വേഷണവും വരട്ടെ. CBI ഇന്ന് വന്നല്ലോ, CBI അന്വേഷണത്തിന് പ്രഖ്യാപനം നടത്തിയല്ലോ. ഇനി എന്താ വേണ്ടത്? അന്വേഷണം വരട്ടെ, യാതൊരു പ്രശ്നവുമില്ല. ശരി, രാഷ്ട്രീയമായി ഒന്നുമില്ല. രാഷ്ട്രീയമായിട്ടല്ലെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അതിൽ 2 തരത്തിലുള്ള ഘടകവിരുദ്ധതയുണ്ട്. അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലായില്ല. ശരി, അങ്ങ് ഉത്തമ ബോധ്യത്തിലായിരിക്കും അത് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ശ്രീമതി ഷീബ, അല്ല അത് നിങ്ങളുടെ അതിലേക്ക് അത് ക്ലിയർ ചെയ്ത് തരാം. അത് അതിലേക്ക് പോകുന്നതിന് മുമ്പ്
ആൾക്കൂട്ട ആക്രമണം ഈ വിഷയത്തിൽ ഉണ്ടായി എന്നാണ് നിങ്ങൾ പറയുന്നത്. ആൾക്കൂട്ട ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതയ്ക്ക് അതിനെ കറക്ഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് SFI. ആ പ്രസ്ഥാനത്തിൽ പെട്ട 4 പേർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഖേദം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്, അതിൽ ഖേദിക്കുന്നുണ്ട്. ഞങ്ങളുടെ 4 പേർ ഇതിൽ പെട്ടു. ആ 4 പേർ പെട്ടു എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് SFIയെ അവസാനിപ്പിക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിക്കണമല്ലോ. ആ പ്രതിരോധം മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഒരു സെന്റൻസിൽ തന്നെ പറഞ്ഞ 2 കാര്യമാണ്. രാഷ്ട്രീയമായി ഒന്നുമില്ല, SFIക്കാർ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അതിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. രാഷ്ട്രീയമല്ല, ധാർമ്മികമാണ്. ക്ലിയർ ആക്കി തന്നല്ലോ. ശരി, ഓക്കെ, ശരി. ശ്രീമതി ഷീബ, സർക്കാർ CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളം ഒന്നാകെ ഒരു കുടുംബത്തിൻ്റെ, അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയിൽ പങ്കാളിയായി എന്നത് നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി ആ കുടുംബം വലിയ തോതിലുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നത് സത്യമാണ്. ഒരുപാട് തവണ ജയപ്രകാശിന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ വേദന ഏറ്റവും ഉറക്കം വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ആ കുടുംബത്തിനുണ്ടായി എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും യാതൊരു അവഗണനയുമില്ലാതെ ഒരു സംവിധാനം ഒപ്പം നിൽക്കുന്നു എന്നൊരു തോന്നലിലേക്ക് എത്തിയിട്ടുണ്ടോ? അത് ഇത്തിരി സമാധാനം നൽകുന്നുണ്ടോ? ഞങ്ങൾ CBIയെ വളരെയധികം വിശ്വസിക്കുന്നു. ഇനിയും അതിൽ വരുന്ന ടീമുകളും ഇതുപോലെ തന്നെ ഞങ്ങളെ കൂടെ നിൽക്കുമെന്നും, അതായത് ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമല്ല ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്, ഒരു ലോകം മൊത്തം അവന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പം അതിനൊരു വിശ്വാസമായ, ഒരു സത്യമായ നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു CBIയിൽ നിന്ന്. അതാണ് ആവശ്യം. ഇപ്പം ഞങ്ങൾ പറഞ്ഞ പേരുകൾ മാത്രമേ വന്നിട്ടുള്ളൂ, പുറത്തുനിന്ന് ഒരു പേരുകളും വന്നിട്ടില്ല ഇതുവരെ. അതിൽ തന്നെ കുറച്ച് പേരുടെ പേരുകൾ വെളിയിൽ വന്നിട്ടില്ല. അപ്പം അവരായിട്ട് വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പറയുന്ന പേരുകളല്ലാതെ വേറെ ഒന്നും ഇവിടെ പുതിയതായിട്ട് വേറെ വന്നിട്ടില്ല. ഒരു 130 കുട്ടികൾ കണ്ടുകൊണ്ട് നിന്നിരിക്കുന്നു. കുറച്ച് പേര് ഇതിൽ ആ ക്രിമിനൽ കുറ്റം, അതായത് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു. അപ്പം ഇത്രയുമൊക്കെ ആണോ പുറത്ത് വരേണ്ടത്? ദേവരാഗിൻ്റെ കാര്യം ഞാൻ അന്ന് മുതലേ പറയാണ്. ഇന്നാണ് ദേവരാഗിൻ്റെ കാര്യം ഞങ്ങൾ അറിയുന്നത്. ഏകദേശം 10-20 ദിവസം ആകാറായിട്ടുണ്ട്. ശരി ശ്രീമതി ഷീബ. ശ്രീ ജ്യോതികുമാർ ചമക്കല, അങ്ങനെ അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ആ കോളേജ് ഹോസ്റ്റലിൽ ആ ദിവസങ്ങളിൽ നടന്നത് എന്താണ് എന്ന് ആരും പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല. വിദ്യാർത്ഥികളോട് ഒരു ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന് തൊട്ട് പിന്നാലെ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞത് നിങ്ങൾ ആരും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണ്. തലയുണ്ടാകില്ല എന്ന് ഭീഷണിപ്പെടുത്തി എന്ന് വിദ്യാർത്ഥികൾ ഈ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ അന്നത്തെ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്താണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന, പറയാൻ ഭയപ്പെടുന്ന, ഈ റാഗിംഗ് സെല്ലിൽ കൊടുത്ത പരാതിയിലൊക്കെ പറയുന്നത് ഭയമാണ് എന്നാണ്. പുറത്തു പറയരുതെന്ന് ഡീൻ അടക്കം വിലക്കി എന്നാണ്. പോലീസ് മൊഴിയെടുക്കുമ്പോൾ അധികൃതർ കാവൽ നിന്നു എന്നാണ്. കുടുംബം പറഞ്ഞ പേരുകൾക്കപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ദേവരാഗിൻ്റെയും അക്ഷയുടെയും ഒക്കെ കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ട് ഇപ്പോഴാണ് അതിലേക്ക് വെളിച്ചം വീശുന്നത്. 10-20 ദിവസം നമുക്കറിയാം ഈ സംഭവം ഉണ്ടായിട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 10 ദിവസം എടുത്തു ആദ്യത്തെ 6 പേരുടെ അറസ്റ്റ് ഉണ്ടാകാൻ. ആ 6 പേരെന്ന് പറഞ്ഞാൽ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തവരാണ്. 12 പേർ ഒളിവിൽ പോയി ആ സമയത്ത്. അതിനുള്ള സകല സംവിധാനവും പശ്ചാത്തലവും ഉണ്ടായി. അങ്ങനെ ആകെ, അതായത് അവർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനി CBI വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ അവരുടെ മുന്നിൽ പ്രാഥമികമായി കിട്ടുകയുള്ളൂ. അതിവിടെ എന്താ വിഷയം? ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ മാതാപിതാക്കൾ അവരുടെ പുത്രനെ നഷ്ടപ്പെട്ടതിന് ശേഷം അവർ ഒറ്റയ്ക്ക് ആരംഭിച്ച ഒരു ഫൈറ്റ്, ആ നീതിക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ നമ്മളെല്ലാവരും അവരോടൊപ്പം ചേർന്നു അല്ലേ? അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അവർക്ക് ഈ സിദ്ധാർത്ഥിൻ്റെ സഹപാഠികളിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ന്യായമായും അവർക്ക് ലഭിച്ച വിവരങ്ങൾ അവർ കേരളീയ സമൂഹത്തോട് പറഞ്ഞു. നമ്മളെല്ലാവരും അവരോടൊപ്പം നിന്നു അല്ലേ? അതിനുശേഷം അവർ പറഞ്ഞതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ
ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും വരുന്നു. അവർ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടെ ക്രിമിനലുകൾ, SFIയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനലുകൾ ആ കോളേജ് അടക്കി ഭരിച്ചിരുന്നുവെന്നും അവർ ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരനെ തല്ലിൽ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇപ്പോൾ CBIക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങളത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. നേരത്തെ സഞ്ജീവ് ചോദിച്ചത് കേട്ടല്ലോ അല്ലേ ശ്രീ ജ്യോതികുമാർ സമകാല, നിങ്ങൾക്ക് എന്ത് തെളിവാണ് അക്ഷയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന്? അങ്ങേക്ക് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. ക്യാമ്പസുകളിൽ നടന്നുള്ള സംഘർഷവും അതിന്റെ പേരിൽ നടന്നുള്ള ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കൊലപാതകങ്ങളെ കുറിച്ചുമാണ് SFIയുടെ നേതാവ് പറയുന്നത്. SFIയുടെ നേതാവ് അത് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിൽ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് സെയ്താലി കൊലപാതകത്തെക്കുറിച്ചൊക്കെ. സ്വാഭാവികമാണ്, അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. ക്യാമ്പസ് രാഷ്ട്രീയവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കൊലപാതകങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സെയ്താലി ആരായിരുന്നു? സെയ്താലിയെ കൊന്നത് ആരാണ്? RSSകാർ, ABVPക്കാർ, സംഘപരിവാറുകാർ. അതിൽ കൊന്നതിലെ പ്രതി ആരായിരുന്നു? ശങ്കരനാരായണൻ. ആ ശങ്കരനാരായണൻ പിന്നീട് MLA ആയി. ആരുടെ MLA ആയിരുന്നു? CPMന്റെ MLA. എന്തായിരുന്നു പേര്? ബാബു എം ബാലുശ്ശേരി. RSSകാരനായ ശങ്കരനാരായണൻ, SFIക്കാരനെ കൊന്ന കേസിലെ പ്രതിയായ ശങ്കരനാരായണൻ പിന്നീട് ബാബു എം ബാലുശ്ശേരിയായി MLA ആയി കേരളീയ നിയമസഭയിൽ വന്നിട്ടുണ്ട്. ആ കൊലപാതകത്തെ കുറിച്ചാണ് സഖാവ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഖാവെ ചരിത്രം ഒന്നുകൂടി പഠിക്കണം കേട്ടോ. ഇനി അദ്ദേഹം പറയുന്നത്, നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുന്നത്, അഭിമന്യു വധക്കേസ് നടന്നല്ലോ, കൊലക്കേസ് നടന്നല്ലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എവിടെ പോയി? സാങ്കേതിക പ്രശ്നമുണ്ട്, കോൾ ഡ്രോപ്പായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജ്യോതികുമാർ സമകാല, അങ്ങേക്ക് കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചത്, അക്ഷയുടെ ഈ രാഷ്ട്രീയ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അങ്ങും മുൻ പ്രതിപക്ഷ നേതാവും അബിൻ വർക്കിയും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തെളിവാണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് നേരത്തെ ശ്രീ സഞ്ജീവ് ചോദിക്കുന്നുണ്ടായിരുന്നു. നേരിൽ കാണുന്ന തെളിവ് പോലും വിശ്വസിക്കാത്ത ഒരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്ത് SFIയുടെ പ്രതികളെ പിന്നെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്ന അക്ഷയ് ഉൾപ്പെടെയുള്ള പ്രതികളെ MM മണിയുടെ നേതൃത്വത്തിൽ കുഞ്ചിത്തണിയിലെ റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തി ആ ഹോട്ടലിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ ഗൂഗിൾ മാപ്പിൽ പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട് അല്ലെ, ആ ലൊക്കേഷൻ അവിടെ പത്രസമ്മേളനത്തിൽ നൽകി. എന്ത് നടപടി ഉണ്ടായി? ഞങ്ങൾ ഉറപ്പിച്ചു പറയില്ലേ, ഞങ്ങൾക്കെതിരെ കേസെടുക്കട്ടെ, ആ റിസോർട്ട് കേസ് കൊടുക്കട്ടെ. ഇവിടെ എന്താ SFIയുടെ പ്രതിനിധി പറയുന്നത്, നിങ്ങൾ പിന്നെ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. ഇവിടെ ഇന്ന് വരെ അന്വേഷണ ഏജൻസി ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പോലീസ്. മുഖ്യമന്ത്രിയോ അദ്ദേഹം SFIയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കന്മാരെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ഇത്രയും തെളിവുകൾ ഞങ്ങൾ നേരിട്ട് കൊടുത്തിട്ട് പോലും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്ത മുഖ്യമന്ത്രി, MM മണിയുടെ തീർച്ചയായിട്ടും സംരക്ഷണയിലാണ് അക്ഷയ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, സിദ്ധാർത്ഥിന്റെ പിന്നെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് മനുഷ്യ സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് മനുഷ്യ സ്നേഹവും മര്യാദയും ഇല്ലാതെ പെരുമാറുന്നതെന്ന്. ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും മര്യാദയെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന സഖാവേ, നല്ല നമസ്കാരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ ഈ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ SFIയുടെ ക്രിമിനൽ മെന്റാലിറ്റി. അത് എന്ന് മാറ്റുന്നോ അന്നേ ആ സംഘടന രക്ഷപ്പെടുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. എന്തായാലും കേരള സമൂഹം ഒന്നാകെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, നിഷ്പക്ഷമായ അന്വേഷണം ഇതിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം, ഈ കേസിലുണ്ടാകണം, കൃത്യമായ നടപടി അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ എല്ലാം ഉണ്ടാകണമെന്നുള്ളത്. സർക്കാർ അതിനോട് അനുകൂലമായ തീരുമാനമെടുത്ത ദിവസം കൂടിയാണ് ഇത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.